ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്നൊരു കഥ പറയാമേ. അത് കുഞ്ഞു കഥയാട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശേഷമൊക്കെ അല്ലേ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണേ. അപ്പം കഥ പറയാം. അപ്പം കഥ എന്ന് പറയുന്നത് ഒരു ഫ്രോഗും ഒരു അമ്മക്കിളിയുടെ ഒരു കഥയാണ്. അമ്മക്കിളിയുടെയും പറയേണ്ട ആ കിളിയുടെ വീടിനെയും കുറിച്ചാണ്, ബേർഡ് ഹൗസിനെയും കുറിച്ചാണ്. അപ്പം ആ അമ്മക്കിളിക്കും ആ ഫ്രോഗിനുമായിട്ട് നിങ്ങൾ പേര് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇനി കഥകൾ ഇടുമ്പോൾ എനിക്ക് പേര് ആ കമൻറ്റ് ബോക്സിൽ നിന്ന് എടുക്കാമല്ലോ. അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ റെക്കമെൻഡ് ചെയ്യണം. അപ്പം ഒരു ഫ്രോഗ് ഉണ്ടായിരുന്നു. ആ ഫ്രോഗിന് ഒരു വലിയ നല്ല ഭംഗിയായിട്ടുള്ളൊരു പോണ്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് ലില്ലി പാഡ്സ് ഉണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് ഡ്രാഗൺ ഫ്ലൈസ് ഉണ്ട്, അവന് ടേർട്ടിലുണ്ട്, അവന് ബഗ്സ് ഉണ്ട്, അവന് കുറേ കൂട്ടുകാരുണ്ടായി. അപ്പം ഒരു ദിവസം ഇവൻ ലില്ലി പാഡ്സിലോട്ട് ചാടി കളിക്കും, ഇവൻ വെള്ളം തെറിപ്പിക്കും, ഇവന് ഭയങ്കര ഇഷ്ടം ഇവൻ്റെ പോണ്ട്. ഒരു ദിവസം ഇവൻ്റെ പോണ്ടിൻ്റെ അടുത്തായിട്ട് ഒരു ട്രീ കണ്ടു. ആ ട്രീൻ്റെ മേലെ, അതായത് അതിൻ്റെ പൊക്കത്ത് ഒരു നല്ല രസമുള്ളൊരു ബേർഡ് ഹൗസ് കണ്ടു ഇവർ. അപ്പോൾ ഈ ബേർഡ് ഹൗസ് കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു, അയ്യേ, എൻ്റെ പോണ്ടിനെക്കാട്ടും ഭംഗിയുണ്ടല്ലോ ആ ബേർഡ് ഹൗസിന്, എനിക്ക് അതിനകത്ത് ജീവിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ നോക്കിയപ്പം ആ അമ്മക്കിളി പറന്ന് വന്നിട്ട് ആ ബ്രാഞ്ച് ഇരുന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്കുള്ള വീടായിരുന്നു, നിനക്കുള്ളതല്ല, നിനക്ക് ഇതിനകത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, അയ്യോ, പിന്നെ പറ്റൂല, എനിക്കിതിൽ ജീവിക്കണം, നീ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ജീവിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ഈ ഫ്രോഗ് അതിൻ്റെ അകത്തോട്ട് വലിഞ്ഞ് കയറി. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എങ്ങനെയൊക്കെയോ കയറി, കുഞ്ഞു ഹോളാണ്, അതിനകത്ത് എങ്ങനെയൊക്കെ കയറിയപ്പം അവൻ കയറി. പക്ഷെ അവന് വെള്ളത്തിൽ കളിക്കാൻ അവന് വെള്ളം തെറിപ്പിക്കാൻ പറ്റുന്നില്ല, ലില്ലി പാഡ്സിൽ ചാടാൻ പറ്റുന്നില്ല, അവന് കാല് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റിയില്ല അവന് ഭയങ്കര വിഷമമായേ. അപ്പോൾ വിഷമമായപ്പം ഇവൻ വിചാരിച്ചു എന്നാൽ തിരിച്ചെൻ്റെ പോണ്ടിലോട്ട് പോകാമെന്ന്. ഇവൻ എത്ര ശ്രമിച്ചിട്ട് ഇവനെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ലാസ്റ്റ് ഇവനെ ഇറങ്ങി കിട്ടോ പുറത്തോട്ട്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അവൻ്റെ പോണ്ട് കേട്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി, അവൻ സന്തോഷിച്ചിട്ട് അപ്പോൾ അവൻ ഹാപ്പിയായി. അപ്പോൾ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, നിങ്ങൾക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബിലോങ് ചെയ്തിട്ടായിരിക്കും. ഒരാളുടെ വീട് കണ്ടിട്ടോ ഒരാളുടെ സ്ഥലം കണ്ടിട്ടോ നമ്മൾ ഒരിക്കലും ജലസ് ആവരുത്. അത് അവരുടെ ബിലോങ്ങിങ്സ് ആണ്. അപ്പോൾ നമ്മുടെ വീട് നമ്മുടെ ബിലോങ്ങിങ്സ് ആണ്. സോ ഒരിക്കലും ജലസ് ആവരുത്, പോരാണ്ട് ബാക്കിയായിട്ടുള്ള വീട് കണ്ട് ഇതാവരുത്. ഓക്കെ.